അറ്റ്ലി ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിലെത്തി. 1, 2, 3 ബാഗാണ് നമുക്കുള്ളത്. വലുത് ഒരു ഹാൻഡ് ബാഗേജ്. നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നത് കറക്റ്റ് 12 മണിയോടുകൂടി ഇവിടെ ലൈനിലെത്തി. 3 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മുടെ 2 ഷോർട്ട്സ് വീഡിയോ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. ലോസ് ആഞ്ചൽസിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ്. ലോസ് ആഞ്ചൽസിൽ നിന്ന് ദുബായിൽ പോയിട്ട് ദുബായിൽ നിന്നാണ് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഡയറക്റ്റ് 16 മണിക്കൂറാണ് യാത്ര ദുബായ് വരെ. അവിടെ ഒരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ 3 മണിക്കൂർ അത്ര എടുക്കും. ഏകദേശം ഒരു 21.5 മണിക്കൂർ ഫുള്ള് യാത്ര വരുന്നുണ്ട്. പിന്നെ ഒരു 1.5 മണിക്കൂർ ദുബായിൽ സ്പെൻഡ് ചെയ്യും. ഏകദേശം ഒരു 24 മണിക്കൂറോളം നമുക്ക് വേണം നാട്ടിലേക്ക് എത്താനായിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇവിടെ ഒരു നേരെ കാണാം ഒരു 100-150 മീറ്ററോളം അങ്ങോട്ട് ഭയങ്കര വലിയൊരു വ്യൂ ആണ്. നമ്മൾ കറക്റ്റ് ഒരു 3 മണിക്കൂർ സമയത്ത് എക്സാക്ട്ലി എത്തിയിട്ടാണ് ഈ ഒരു അവസ്ഥ. ഇവിടെ നമ്മൾ ബാക്കിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ബാക്കിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ ഈ ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ക്യൂവിൽ നിൽക്കുന്നവരാണ്. വളരെ വലിയൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പം നാട്ടിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ വളരെയധികം നേരത്തെ എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വെയിറ്റിൻ്റെ കാര്യത്തിൽ നമുക്കിതുവരെയും ഒരു ഐഡിയ ആയിട്ടില്ല. നമുക്ക് ഒരു 2 കിലോ വെയിറ്റ് ഏകദേശം കൂടുതലുണ്ട്. അത് നമ്മൾ 2 ബാഗിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടുന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ആ രൂപത്തിൽ കൊണ്ടുപോകുന്നത്. നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുമ്പ് വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും പറയാനും ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എയർപോർട്ടിൻ്റെ കാഴ്ചകളും ബാക്കിയുള്ള നമ്മുടെ യാത്രയിലേക്ക് പോകാം. നമ്മൾ 12 മണിക്ക് എത്തിയതാണ്. ഇപ്പോൾ 12:45. ഇപ്പോൾ ഇവിടുത്തെ ക്യൂ ഉണ്ടാവുക. ഈ നിൽക്കുന്നവരൊക്കെ നമ്മുടെ ക്യൂവിലാണ്. മൊത്തം 30 മണിക്കൂർ കൊണ്ട് ഞാൻ ഏകദേശം ഇവിടെ എത്തി. ഇതിൻ്റെ ബാക്കിലേക്ക് എത്ര പേരുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബാഗ് ഇതാണ് കേട്ടോ. ഇത്രയും ആളുകൾ അതിൻ്റെ ബാക്കിലേക്ക് ക്യൂവിൽ നിൽക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത്രയും അതിൻ്റെ ബാക്കിലേക്ക് അവിടെ ക്യൂ തീരുന്നതെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. അത്ര ദൂരമുണ്ട്. ഒരിക്കലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിലെ യാത്ര ചെയ്യുന്നവർ, ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമുക്ക് 23 കിലോ ഒരു ബാഗേജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അത്രയും തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇത്തിരി ഒരു സ്ട്രിക്റ്റ് കുറവുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഇത്തിരി കൂടുതലുണ്ട്. എന്തായാലും ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 1.25 മണിക്കൂർ എടുത്തോട്ട് നമുക്ക് ചെക്കിന് വേണ്ടിയിട്ട്. ചെറിയ വെയിറ്റ് ഒന്നും പ്രശ്നമായിരുന്നില്ല. അവർ വെയിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ബാഗ് എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ബാഗേജ് എക്സ്ട്രാ ഉണ്ട്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. 154 ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ. ഇവിടെ വരുമ്പോൾ അധികം തിരക്ക് കാണുന്നില്ല. പക്ഷേ ഈ എയർപോർട്ട് ഭയങ്കര വലിപ്പമാണ്. എന്താ പറയുന്നത്, സാധാരണ ഒരു LA ലോസ് ആഞ്ചൽസിൻ്റെ ഒരു പ്രൗഢി അനുസരിച്ചുള്ളൊരു ഫീലൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റി ചെക്കിനിലും അതുപോലെ തന്നെ ബാഗേജ് ചെക്കിനിലൊന്നും തോന്നുന്നില്ല. കാരണം അത്രയും ജനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പഴയ എയർപോർട്ടാണ്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇവിടുത്തെ ഓഫീസേഴ്സൊക്കെ വളരെ സ്മൂത്താണ്. വേറെ എന്താ പറയുക, നല്ല രീതിയിലാണ് അവരൊക്കെ പെരുമാറുന്നത്. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം. അതിൻ്റെ ക്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഒരു 4 സോണായിട്ട് തിരിച്ച് ABCD എന്ന് പറയുന്ന 4 സോണായിട്ട് തിരിച്ചേക്കാണ്. അപ്പം ഇതിൽ നമ്മൾ Dയിലാണ്. Dയിൽ തന്നെ ക്യൂ കണ്ടില്ലേ, ഇത്രയും പേര് ഫ്ലൈറ്റിൽ കയറാനുണ്ട്. അതുപോലെ Eയിൽ കയറാനുള്ളവരാണ് ഈ നിൽക്കുന്നത്. ഒരു ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ആളുകളാണ് നിൽക്കുന്നത് മുഴുവൻ. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ Aയും Bയും Cയും ഉണ്ട്. അപ്പം എത്രത്തോളം ആൾക്കാർ ഇമിഗ്രേഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ അത്രയും ലൈൻ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫ്ലൈറ്റ് A380 ആണ്, വലിയ ഫ്ലൈറ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഫ്ലൈറ്റിൽ കയറാൻ ഇത്രയും ആൾക്കാരെ കണ്ട് നമ്മൾ തല്ലകറങ്ങിയിരിക്കേണ്ട. A380 ഇറങ്ങിയപ്പോൾ മുതലുള്ളൊരാഗ്രഹമായിരുന്നു A380 കയറണം എന്നുള്ളത്. പക്ഷെ നമുക്കത് സാധിച്ചെന്നറിയില്ല. ഇത് അറിയാതെ സംഭവിച്ചാണ്. A380 ആണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇതിൽ നമുക്ക് ബിസിനസ് ക്ലാസ്, മറ്റുള്ള എക്കണോമി ഇതെല്ലാം സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. അവിടെ നിന്ന് കയറി വരുന്നത്.
യെസ്, നമുക്ക് സീറ്റ് കിട്ടി. അടിപൊളി സീറ്റാണ് കിട്ടിയേക്കുന്നത്. കാരണം സൈഡ് സീറ്റ് തന്നെ കിട്ടി. അതുപോലെ തന്നെ നല്ല ഇരിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. കാരണം അല്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മൾ ഇങ്ങോട്ട് US വരുമ്പോഴുള്ള ഫ്ലൈറ്റ് ഒന്ന് ബ്രിട്ടീഷ് എയർവേസ്, അതുപോലെ തന്നെ അമേരിക്കൻ എയർലൈൻസ് ഇതൊക്കെയായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കംഫർട്ടബിളാണ് ഇരിക്കാനായിട്ട്. ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സീറ്റ് എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, KK ഗ്ലോബൽ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. കാരണം പുള്ളി നല്ല ഒരു സൈഡ് സീറ്റും, ഞാൻ കയറി വന്നപ്പോൾ ഇതെന്തൊരു വലിയൊരു ട്രെയിനിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അപ്പം നമ്മുടെ കാണുന്നില്ല, ഇപ്പോൾ ഈ നിൽക്കുന്ന ലൈൻ കൂടാതെ നടുക്ക് ഒരു സെൻറ്റർ ഒരു 4 സീറ്റുണ്ട്. അതിൻ്റെ അപ്പുറം വീണ്ടും ഇതുപോലെ 3 സീറ്റുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് ഒരുപാട് ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്കും ഉണ്ട് ഒരുപാട്. സെൻറ്റർ സീറ്റൊക്കെ ആയിരുന്നു നമുക്ക് ചിലപ്പോൾ ഇത്തിരി അവൻ കംഫർട്ടബിളായി പോയതിന്. എന്തായാലും വളരെ സന്തോഷമായി. ജിജോയ്ക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ലൈറ്റ് ഇതുപോലൊരു പില്ലോയും അതുപോലെ തന്നെ നമുക്കൊരു പുതച്ചും തരും. പിന്നെ നമ്മളെന്തായാലും ഇതുപോലൊരു ഹെഡ് റെസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വരും നമുക്ക്. എന്തായാലും നല്ലൊരു കംഫർട്ടബിളായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും A380 നോക്കിയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. വളരെ ഒരു കംഫർട്ടബിളായി നമ്മൾ അറിയാതെ കിട്ടിയൊരു സൗഭാഗ്യമായിട്ട് കൂട്ടാണിത്. ഇതിൻ്റെ വിങ്സിൻ്റെ ലെങ്ത്ത് ഭയങ്കര വലുപ്പമാണ്. നല്ല ദൂരമുണ്ട് ഇതിൻ്റെ എൻഡിലേക്ക്. ഇത്രയും വലിയ ഫ്ലൈറ്റിൻ്റെ വിങ്സൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. യെസ്, നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. സൈഡിൽ കൂടെ പോകണമെങ്കിൽ നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ വലിപ്പം കണ്ടിട്ട് എന്താ പറയുക, ഒരു വലിയൊരു ഫാക്ടറി പോലെയാണ് തോന്നുന്നത്. ഒരു വലിയൊരു ഫാക്ടറി അല്ലെങ്കിൽ വലിയൊരു ഏരിയ മൂവ് ചെയ്ത് പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ചിറകിൻ്റെ അത്ര കൂടാൻ പോകുന്ന ഫ്ലൈറ്റൊക്കെ. ഇത് നോക്കിയാൽ നമുക്ക് 2 വിൻഡോ കണ്ടുള്ള ഇതിലേയും കാണാം, അടിപൊളിയായിട്ട് ഇതിലേയും കാണാം. വിശാലമായ രാജകീയമായ സീറ്റായി പോയി. അടിപൊളിയായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ A380 യാത്ര ചെയ്യണം. ലോങ് ഷോർട്ട് ട്രിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഈ 16 മണിക്കൂറൊക്കെ ഇരുന്ന് പോകുമ്പോൾ അല്ലാതെ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഇനി എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഫ്ലൈറ്റിലെ യാത്ര ചെയ്യുള്ളൂ. കാരണം ഈ ലോങ് യാത്ര വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മരിച്ച ഒരവസ്ഥയിൽ അവിടെ എത്തിപ്പെട്ടത് അവസാനം. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പ്രധാന കാരണം നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോയും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അത് തന്നെയല്ല, ഐഷയൊക്കെ ചെറുതായിരുന്നു. കുറേ പ്രാവശ്യമൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ ഫ്ലൈറ്റിൽ കയറണം തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വെറുത്തു പോയായിരുന്നു. കാര്യം അമേരിക്കൻ എയർലൈൻസും ബ്രിട്ടീഷ് എയർലൈൻസും ഒക്കെ ആയിരുന്നു. യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ A380 കമ്പനിയുടെ കപ്പാസിറ്റി പ്രകാരം ഒരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് നേരമായി ഫുഡ് കഴിച്ചിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നേരത്തെ എണീറ്റ് കഴിച്ചതാണ്. ഇപ്പോൾ സമയം ഇവിടെ ഫ്ലൈറ്റ് പോയി എടുക്കുമ്പോൾ 3:50 ആയിട്ടുണ്ട്. എന്തായാലും നല്ല വിശപ്പുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ കിടന്നത് രാവിലെ ഒരു 2:30 ആയപ്പോഴാണ്. എന്നിട്ടൊരു 6:30 എണീറ്റു. കാരണം ശരിക്കും നമുക്കൊരു ഉറക്കം ഇല്ലാതെ തന്നെ ഫ്ലൈറ്റിലേക്ക് വരാനുള്ളൊരു പ്ലാനായിരുന്നു. കാരണം ഒത്തിരി ഉറങ്ങി കഴിഞ്ഞ് വന്നാൽ ഫ്ലൈറ്റിൽ കയറിയാൽ നമുക്ക് ഉറക്കം വരില്ലായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ക്ഷീണത്തോടുകൂടി കയറണം എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ക്ഷീണത്തിലേക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി 16 മണിക്കൂർ നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങിപ്പോകാനുള്ളൊരു പ്ലാനാണ്. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫോണിൻ്റെ ചാർജ് നമ്മൾ കേബിൾ എടുത്തുകൊണ്ട് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സി ടൈപ്പാണ് ഇൻപുട്ട്. പക്ഷേ സി ടൈപ്പ് കൊടുത്താൽ നമുക്ക് കാണുന്നില്ല. USB കൊണ്ടുപോകുന്നതല്ല. ഇവിടെ പ്ലഗുണ്ട്, അത് നമുക്കൊന്ന് പറ്റുമോ? ഫ്ലൈറ്റ് നമ്മൾ ചെക്കിൻ്റെ സമയത്ത് അവിടുത്തെ ക്യൂ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ A380 കണ്ടാണ് നമുക്ക് അത്രയും തിരക്ക് വന്നത്. സാധാ ഫ്ലൈറ്റ് ആണെങ്കിൽ അത്രയും തിരക്ക് ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ A380 ആണെന്ന് നോക്കിയിട്ട് വേണം സമയം അതിനനുസരിച്ച് ഇറങ്ങാനായിട്ട്. വളരെ നേരത്തെ ഇറങ്ങുക ഇൻ്റർനാഷണൽ യാത്രയിൽ. ഇതിൻ്റെ ഫുള്ള് ചിറകുകളൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്രിഡ്ജ്
പോലെയുണ്ട്. ഒരു വലിയൊരു ട്രെയിലറിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള വീതി ഉണ്ട് ഇതിന്. 3:59 4 മണിക്കായിരിക്കും ഇപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് പോകുന്നത്. നാട്ടിലിപ്പോൾ രാവിലെ 5:30 ആയിട്ടുണ്ട് സമയം. സാധാരണ എല്ലാവർക്കും നാട്ടിൽ പോകുമ്പോൾ എന്താ പറയുക, ആ ലീവിനൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. എനിക്ക് നാട്ടിൽ പോകുന്ന കാര്യം ഓർത്തിട്ട് വളരെയധികം സന്തോഷമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ലോസ് ആഞ്ചൽസിൽ ലീവ് ചെയ്യുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഫാമിലിയുണ്ട്, അതുപോലെ തന്നെ വളരെ നല്ലൊരു ആളുകളും, എന്താ പറയുക, അത്ര നല്ല ഒരു സ്ഥലമാണ് ലോസ് ആഞ്ചൽസ്. നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ നാട് പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന, എന്താ പറയുന്നത്, നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ്. ശരിക്കും ലോസ് ആഞ്ചൽസിനെ ഒരു മാസത്തേക്കെങ്കിലും മിസ് ചെയ്യും. നമുക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്കും, എന്താ പറയുന്നത്, ഇവിടുത്തെ ആളുകളുടെ ഒരു സ്വഭാവം, ഇവിടുത്തെ പെരുമാറ്റം എല്ലാം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇവിടുന്ന് പോകുമ്പോൾ സത്യം പറയാൻ നമുക്കൊരു സങ്കടവും കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന പോലെയാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തോന്നുന്നത്. നമുക്ക് എമിറേറ്റ്സിന്റെ ചേച്ചിമാരൊരു ബാഗ് കൊണ്ട് തന്നിരുന്നത് എന്താണെന്ന് നോക്കാം. ആ ബാഗിൽ ഒരു ബ്രഷ്, പിന്നെ ചെറിയൊരു പേസ്റ്റ്, ബ്രഷിന് കവറുണ്ട് കേട്ടോ, പിന്നെ ഒരു സോക്സ്, പിന്നെ ഉറങ്ങുമ്പോൾ വയ്ക്കാനുള്ളൊരു സംഗതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമുക്കൊരു ഫ്ലൈറ്റിൽ ബ്രഷൊക്കെ കിട്ടുന്നത് കേട്ടോ. ബ്രഷിന് കവറൊക്കെ ഉണ്ടായിരുന്നു, കവറിട്ടു. എയർ ഹോസ്റ്റേഴ്സുമാർ കുട്ടികളുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ പ്രിന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്. സൺസെറ്റ് അവർ ആയതുകൊണ്ട് സൺലൈറ്റ് കണ്ടില്ല, ഒരു ഗോൾഡൻ കളറ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് കാനിയന്റെ മുകളിലൂടെയാണെന്നാണ് നമ്മൾ കൂടുതൽ പാസഞ്ചർ പറയുന്നത് കേട്ടോ. ചിക്കൻ ഫിയാറ്റ എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് വന്നിരിക്കുന്നത്. ലൈറ്റൊക്കെ ഓഫായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. ഇത്ര സംഭവമാണ്. പിന്നെ ഡ്രിങ്ക്സ് വേണ്ടവർക്ക് ഡ്രിങ്ക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇത്രയും കിട്ടി. എന്തൊരു ഐറ്റം, ചിക്കൻ എന്തോ ഒരു ഐറ്റം കൂടി വരാനുണ്ട്. അപ്പോൾ അവർ ഇത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ചിക്കൻ്റെ സാധനം എത്തിയത്. ഇതാണ്ടോ അടിപൊളിയായൊരു കറി, പിന്നെ എന്തൊരു ബ്രെഡ് പോലൊരു സംഭവമുണ്ട്. ഇപ്പോഴാണൊരു സന്തോഷമായത്. നല്ല വിശപ്പായിരുന്നു. മീല് നല്ല അടിപൊളിയായിരുന്നു. തന്നെയല്ല ലാസ്റ്റ് വന്ന ചിക്കനും അതിൻ്റെ കൂടെ, ചിക്കൻ ഒരു വലിയൊരു പീസായിരുന്നു കേട്ടോ. അത് കൂടാതെ അതിൻ്റെ കൂടെ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അത് തന്നെ നമുക്ക് വയറ് ഫുള്ളാവുന്ന രീതിയിലായിരുന്നു. മറ്റേ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഒരു നല്ല ഒരു ഇത് വിശപ്പ് മാറുമെന്ന് സംശയം തോന്നി. പക്ഷെ മൊത്തം കഴിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല ഫുഡ്, ടേസ്റ്റി ഫുഡായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്തായാലും ഇനി വീണ്ടും റെസ്റ്റ് എടുക്കാം. ഒരു 2.5 മണിക്കൂറായിട്ടുള്ളൂ. അതാണ് നമ്മുടെ ബാത്റൂം. ചെറിയൊരു സ്പേസ് ആട്ടോ. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നിൽക്കുന്നത്. കുറച്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് നടന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ചകളെന്നൊന്നറിയാം.
ഇതുണ്ടല്ലേ, വളരെ വിശാലമായൊരു ഏരിയ ആണ്. 4 സീറ്റ്, 3 സീറ്റ്. നമുക്ക് ഇതിലെ പോവാം. ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ, അത് വലിയൊരു ഗുണമാണ്. കുറച്ച് 3 റോ സീറ്റ് ഇവിടെ, വീണ്ടും 4 റോ സീറ്റ് അവിടെ, അതിൻ്റെ അപ്പുറം വീണ്ടും 3 റോ സീറ്റ് അങ്ങനെ അങ്ങോട്ടേക്ക്, അതുപോലെ അങ്ങോട്ട് കൂടാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും 2 സീറ്റ് ഇവിടെ അങ്ങോട്ടേക്കും ഉണ്ട്. കുറച്ച് അങ്ങോട്ടും പോയിട്ടൊക്കെ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ നടക്കുന്നതാണ്. കാരണം ഇരുന്നിരുന്ന് ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങി. ഫ്ലൈറ്റിൻ്റെ അകത്തോടെ ഉണ്ട് നടക്കണേ, ഓല കഴിച്ചിട്ടുള്ള നടപ്പാണ്. എത്ര ആളുകളെ ഇരിക്കണം എന്നൊക്കെ. ഇവിടം വരെ എത്തി 3 റോയായിട്ടാണ്. ഇനി അങ്ങോട്ടുണ്ട് ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കും. നമ്മൾ ഫ്രണ്ട് വരെ പോകാൻ നോക്കിയിട്ട് നടന്നില്ല. തിരിച്ച് റിട്ടേൺ വന്ന് ബാക്കിലെത്തി. ഇതാണ് മേലിലെ ഡെക്കിലേക്ക് പോകുന്ന വഴി. 2 നില വീടിൻ്റെ കണ്ടപ്പുണ്ടല്ലോ. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് സീറ്റിലേക്ക് പോകാം. ഇതിന് ആളുകളിങ്ങനെ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ടോയ്ലറ്റിൽ പോകാനല്ലാതെ തന്നെ ആൾക്കാർ നടന്നും നിന്നൊക്കെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചായയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കോഫി ഉഷാറായി. ആദ്യം എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഈ വെള്ളപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ആക്റ്റീവായി. പിന്നെ വേണ്ടിയിട്ട് നടക്കും എന്താ പറയുക നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായി. ചായ കുടിക്കും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരുണ്ട് ഭൂരിഭാഗം ഈ ഫ്ലൈറ്റിൽ. അതുപോലെ തന്നെ ഈ മെനു ആണെങ്കിലും ഒരു ഇന്ത്യൻ ഡിഷുകളാണ് കൂടുതൽ. സമയം ഇപ്പോൾ 8:49. ഫ്ലൈറ്റിലെല്ലാവരും കിടന്നുറങ്ങി തുടങ്ങി. ആ ഫുഡിൻ്റെ ബഹളം എല്ലാം കഴിഞ്ഞ് ആളുകൾ നല്ല ഉറക്കത്തിലേക്കായി. 8:49 എന്ന് പറയുമ്പോൾ 9 മണിയായില്ല ഏകദേശം. 8:49 പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ ആവുന്നുള്ളൂ എന്ന് വിചാരിച്ചു. ഇത് ഓൾമോസ്റ്റ് 5 മണിക്കൂർ ആവുന്നേക്കാണ് വന്നത്. ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ വലിയൊരു ഉറക്കക്ഷീണം പോയി. പിന്നെ ഫുഡ് വരുന്നതും പിന്നെ ലൈറ്റൊക്കെ ഇടുന്നതുകൊണ്ട് പിന്നെ ഉറങ്ങിയില്ല. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളെ വീഡിയോയൊക്കെ എടുത്ത് അവിടെ പോയി നിന്നു. പിന്നെ അതിന് ശേഷം എന്താ പറയുക വീണ്ടും വന്നിരുന്ന് ചായ കുടിച്ചു. പിന്നെ ഇത്രയും നേരം ഞാൻ നമ്മുടെ ഈ വീഡിയോ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. കാരണം നമ്മളല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇനി നമുക്ക് അതിനൊന്നുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇനിയിപ്പോൾ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്തിടാനുള്ള പരിപാടിയാണ്. 9 മണി അത് ഭയങ്കര സന്തോഷമായി. കാരണം 16 മണിക്കൂറിൽ 5 മണിക്കൂർ കഴിഞ്ഞ് ഇനി 11 മണിക്കൂറുള്ളൂ. നമ്മൾ അമേരിക്കയിലേക്ക് വന്ന സമയത്തുള്ള ഫ്ലൈറ്റ് യാത്രയൊക്കെ വച്ച് നോക്കുമ്പോൾ ഇത് 1000 മടങ്ങ് അടിപൊളിയാണ്. വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും ഏത് രീതിയിൽ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. അമേരിക്കയിലേക്ക് വരികയും പോവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയമില്ല. അതും സൈഡ് സീറ്റ് എടുക്കുക. ഇപ്പോൾ സമയം കറക്റ്റ് 9 മണിയായി. ഇനി ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. 2 മണിക്കൂർ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അധികം ഉറക്കം വരുന്നില്ല, കാരണം അധികം ഉറക്കം ക്ഷീണം ഇപ്പം തോന്നുന്നില്ല. എൻ്റെ സൈഡിലെ സീറ്റിൽ ആളില്ലാത്തതുകൊണ്ട് ആ സീറ്റിലേക്ക് കിടന്നിട്ട് ഉറങ്ങി. സുഖമായിരുന്നു. എന്തായാലും ആളില്ലാത്തതും നമുക്കൊരു ഡബിൾ ബെനിഫിറ്റായി. ഇപ്പോൾ സമയം 11 മണിയായിട്ടുള്ളൂ രാത്രി. പിന്നെ ഈ ഫ്ലൈറ്റിൽ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, നമ്മൾ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കറ്റും ഇതൊന്നും ഇട്ടിട്ട് അങ്ങ് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഫ്ലൈറ്റിൽ അത്യാവശ്യം ഒരു തണുപ്പുണ്ട്, പക്ഷെ നമുക്കത് മാനേജബിളാണ്. ജാക്കറ്റുണ്ട്, പിന്നെ ഇവർ തന്നിരിക്കുന്ന ബ്ലാങ്കറ്റുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്ന തണുപ്പുള്ളൂ. ബ്ലാങ്കറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതും ഈ ഫ്ലൈറ്റിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഇപ്പോൾ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ
ദുബായിലേക്ക് ഇനി 8 മണിക്കൂർ 25 മിനിറ്റുമാണ് ഉള്ളത്. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ -62 ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തിരിക്കുന്ന 4422 മൈലാണ്. 9400 സംതിങ് മൈലായിരുന്നു നമുക്ക് പോകാനുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ 5050 മൈലൂടെ പോകാനുണ്ട്. എന്തായാലും ഒരു ഹാഫ് ദ വേ നമ്മൾ എത്തിയെന്ന് പറയാം. ഒരു പ്രശ്നമില്ലാണ്ട് വളരെ കൂളായിട്ട് എത്തി. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അത്ര ഹാപ്പിയാണ്. 12 മണിയപ്പോൾ വീണ്ടും നമുക്ക് ഒരു ചിക്കൻ ടിക്ക അതുപോലെ പേര് പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ പറ്റുപോയി. നമുക്ക് വിശപ്പ് തുടങ്ങിയായിരുന്നു, കറക്റ്റ് സമയത്ത് കിട്ടി. പിന്നെ ഒരു ജ്യൂസ്, ബാക്കിയുള്ള ഡ്രിങ്ക്സ് ഇതൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. പോകുന്നിടത്ത് 4700 മൈലായിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ യു കെയുടെ അവിടെ എത്തിയിട്ടില്ല. ഇനി യു കെ എത്തിയിട്ട് ഇനി നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് 7 മണിക്കൂറും 17 മിനിറ്റും കൂടി പോകാനുണ്ട്. സമയം 12 മണിയായി. ഇപ്പോൾ നമ്മൾ ലണ്ടൻ്റെ ഭാഗത്തേക്ക് എത്തുന്നുള്ളൂ. ഏകദേശം 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഇത്രയേ ആയിട്ടുള്ളൂ. എന്തൊരു അത്ഭുതമാണല്ലേ. കറക്റ്റ് 8 മണിക്കൂറായിട്ട് നമ്മൾ ലണ്ടൻ എത്തിയിട്ടില്ല. ഫ്ലൈറ്റിൽ വീണ്ടും നടക്കാനിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ ഒരു 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഈ ഫ്ലൈറ്റിൽ. അതുപോലെ എന്താ പറയുക, നമ്മൾ വന്ന എക്കണോമി സീറ്റ് കൂടാതെ ഇവിടെ പ്രീമിയം എക്കണോമി ഉണ്ട്. അത് നല്ല അടിപൊളി സീറ്റാണ്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് പ്രീമിയം എക്കണോമി സീറ്റ്. അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റാണത്. നമ്മൾ ഇരിക്കുന്ന സീറ്റ് കുഴപ്പമില്ല, അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ള സീറ്റിൽ ആളില്ലാത്തതുകൊണ്ട്. പക്ഷേ അവിടെ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കൂടി ഒരു ബുദ്ധിമുട്ടായാണ്. പക്ഷേ ഈ പ്രീമിയം എക്കണോമി എത്ര റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ടെന്ന് അറിയില്ല. ഇതാണെങ്കിൽ പിന്നെയും അടിപൊളിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ക്ലാസ്സിൻ്റെയൊക്കെ ഒരു ലുക്കാണ് ഈ പ്രീമിയം എക്കണോമി കാണുമ്പോൾ. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ മുകളിൽ വരുന്ന ഡെക്കിൽ എന്താ പറയുന്നത്, ബിസിനസ് ക്ലാസ്സും പിന്നെ ഫസ്റ്റ് ക്ലാസ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് ക്ലാസ്സൊക്കെ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ഈ ഒരു പ്രീമിയം എക്കണോമിയാണ് ഇത്രയും ലക്ഷറിയസ് ആണ്, സ്പേഷ്യസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ബിസിനസ് ക്ലാസ്, ചിന്തിക്കാൻ പറ്റാത്തൊരു റേഞ്ചായിരിക്കും. ഇപ്പോൾ നമ്മുടെ US സമയം 1 മണിയായി. നമ്മൾ പോന്നിട്ട് 9 മണിക്കൂറായി. എന്താ പറയണേ, അപ്പോൾ ഇവിടെ പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. നമുക്ക് ആ ചെറിയൊരു ഉറങ്ങാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ വെയിൽ ഉണ്ട്. എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല. അതല്ലെങ്കിൽ നമുക്കിപ്പം വിൻഡോ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് കണ്ണിൽ വയ്ക്കുന്ന സംഗതിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും. പക്ഷേ ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഉറങ്ങാതിരുന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് ഉറങ്ങാനുള്ള പ്ലാനൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെയാണ് ശരിക്കും നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങി കഴിയുമ്പോഴത്തേ കുറച്ചുറങ്ങിയപ്പോഴും നമ്മുടെ ഉറക്കക്ഷീണമൊക്കെ മാറി. പിന്നെ ഇപ്പം ശരിക്കും നമുക്ക് ഉറക്കം വരുന്നില്ല, കൂട്ടുകാർക്കുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ പുറത്ത് ലൈറ്റ് കാണുന്നതുകൊണ്ട് നമുക്ക് ഉറങ്ങാനുള്ള ഒരു മൂഡ് വരുന്നില്ല. ഇപ്പം ചിലപ്പോൾ ഒരു പക്ഷേ രാത്രിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ ശരിക്കും ഉറങ്ങിപ്പോയാണ് ഇപ്പോൾ കിടന്നു കഴിഞ്ഞാൽ. ഇനി നമുക്കൊരു 2 മണിക്കൂറും 10 മിനിറ്റ് കൂടെയാണ് പോകാനുള്ളത്. നമ്മുടെ അടുത്ത സെറ്റ് ഫുഡ് വന്നു തുടങ്ങി. ഇത് മിക്കവാറും ഇന്നത്തെ ലാസ്റ്റ് ഒരു ഫുഡായിരിക്കും. അപ്പോൾ ഇവർ ഫുഡ് സെർവ് ചെയ്യണത് ഏകദേശം ഒരു 6 മണിക്കൂർ ഗ്യാപ്പിലാണ്. നമുക്ക് ഇന്നലെ 6 മണിക്ക് ഫുഡ് തന്നു, പിന്നെ 12 മണിക്ക് ഫുഡ് തന്നു, പിന്നെ ഇപ്പോൾ രാവിലെ 6 മണിയാവാറായി. US സമയം വെച്ച് നോക്കുമ്പോൾ ദുബായിലെത്തുമ്പോൾ എനിക്കൊന്നും രാത്രി 6 മണിയൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ കിട്ടുന്നത്. ഫൈനലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ചായയോ ജ്യൂസ് എന്താണ് തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചായയാണ് വാങ്ങിക്കുന്നത്. പാല് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതുപോലെ തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് ഡിന്നർ തന്നത്. പക്ഷെ നമുക്കത് ചിക്കൻ വന്നത് ലേറ്റായി പോയി. ചിക്കൻ സോസേജ് എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. പിന്നെ
നമുക്കിനി വെറും 1 മണിക്കൂർ മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ മുകളിൽ കൂടെയാണ്. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ ഓൾറെഡി ഒരു വൈകുന്നേരമായിരുന്നു, പിന്നെ രാത്രിയായി, പിന്നെ നേരം വെളുത്തു, പിന്നെ വീണ്ടും രാത്രിയാവുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ദിവസം 24 hours കഴിഞ്ഞ് പോകുന്ന പോലെ തന്നെയായി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രാവലിങ്ങിൽ ഒരു 15.5 മണിക്കൂറാണ് വരുന്നുള്ളൂ. നമ്മൾ പോകുന്നത് 15-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ്. ഇപ്പോൾ ഇവിടെ സമയം 16-ാം തീയതി വൈകുന്നേരം 6 മണിയായി ദുബായിലെ ടൈം. അങ്ങനെ നമ്മൾ ഇറങ്ങാറായി. ഇനി ഒരു അരമണിക്കൂർ കൂടി ഉള്ളൂ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ സമയത്ത് കൊച്ചിയിൽ നിന്ന് ഡൽഹി പോയി, ഡൽഹിയിൽ നിന്ന് UK പോയി, UK നിന്നാണ് നമ്മൾ US പോയത്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം തന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി പോയത് ഒഴികെ ബാക്കി രണ്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് വെച്ച് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് പിന്നീട് നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ തന്നെ വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതോടുകൂടി നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. ഇനി നമ്മൾ ദുബായിൽ ഇറങ്ങി ഒരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അവിടുത്തെ 7:30-ക്കാണ് നമ്മൾ ദുബായിൽ ഇറങ്ങുന്നത്. വാവ്, നമ്മൾ ദുബായി എത്തിയിട്ടോ. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്, സൂപ്പർ. ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ദുബായിൽ വരുന്നത്. 2019 ഇതിനു മുമ്പ് ദുബായിൽ വന്നത്. ലാൻഡ് ചെയ്തു. ദുബായി എത്തി, എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രീമിയം എക്കണോമി കണക്ഷൻസ് റൈറ്റ്. നമുക്ക് ലോസ് ഏഞ്ചൽസിൽ നിന്ന് ബോർഡിംഗ് പാസിൽ നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഗേറ്റ് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് കൊടുത്തിട്ടുണ്ട്. 21:45 പോകുന്ന EK 532 ആണ്. A8 ആണ് നമ്മുടെ ഗേറ്റ്. ഇവിടെ വരുമ്പോൾ വീണ്ടും ജസ്റ്റ് സെക്യൂരിറ്റി ചെക്കിനുണ്ട്. ഇമിഗ്രേഷൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. A1 to A12 ബോർഡ് ഉണ്ട്. നമ്മുടെ A8 ആണ്. നമ്മുടെ A8 ഗേറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടൊരു 10 മിനിറ്റ് മാക്സിമം, അത്രയില്ല, വളരെ അടുത്തായിരുന്നു. ദുബായ് എയർപോർട്ടിൽ നമുക്കൊരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ടോയ്ലറ്റൊക്കെ പോയി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണിപ്പോൾ. പിന്നെ ഡ്യൂട്ടി ഫ്രീയിലും അങ്ങനെ അധികം കറങ്ങി കിടക്കുന്നില്ല, കാരണം ഇനിയിപ്പോൾ നമുക്കതിനുള്ള സമയമില്ല. ഏറ്റവും സന്തോഷകരമായത് നമ്മുടെ ഫ്ലൈറ്റ് യാത്ര കേട്ടോ. ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് യാത്ര എന്നുള്ള സന്തോഷമല്ല, അതിലെ കംഫർട്ടും അതിൻ്റെ അകത്തുള്ള ഒരു ഹാപ്പിനെസ്സൊക്കെ. കാരണം മുമ്പ് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിലേക്ക് പോക്കും വരവും നമുക്ക് വളരെ കൺട്രോൾ ചെയ്ത് കുറയ്ക്കണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. ഇപ്പോൾ ഇതോടുകൂടി നമുക്ക് മനസ്സിലായി നമുക്ക് പോയി വരാമെന്നുള്ളത്. ഇനി പോകാനും വരാനുള്ള പൈസ മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. പോവുകയും വരികയും ചെയ്യുന്ന ബുദ്ധിമുട്ട് ഈ A380 പോയി കഴിഞ്ഞാൽ 100% ഉണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. റെൻ്റേക്കാറാണ് അത്. അങ്കമാലിയിലുള്ളൊരു ആൻ്റണി എന്ന് പറയുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അവർ വലിയ രീതിയിൽ റെൻ്റേക്കാർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എത്തുന്ന സമയത്ത് അവർ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും എങ്ങനെയാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇനിയിപ്പോൾ ദുബായിൽ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമ്മളധികം വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, കാരണം നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്തേക്കുന്നതാണ് ദുബായ് എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക്. അപ്പോൾ അതിൻ്റെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യണം.
പിന്നെ ഇവിടത്തേക്ക് ഒരു ബോർഡിങ് സിസ്റ്റമൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് തോന്നുന്നത് നമുക്ക്. ഭയങ്കര സീരിയസ് ഓഫീസേഴ്സ് നിൽക്കുന്ന പോലെ. അവിടെ നമുക്ക് അത്രയും ഒരു കൂളാണ് കാര്യങ്ങൾ. അത് ഇമിഗ്രേഷൻ ആണെങ്കിലും സെക്യൂരിറ്റി ചെക്കിനാണെങ്കിലും എല്ലാം. ആളുകൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇത്തിരി കുറവാണ് കണ്ടത്. പക്ഷേ ഇങ്ങോട്ട് കുറച്ച് ആളുകളുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. യെസ്, നമ്മുടെ സീറ്റൊക്കെ റെഡിയായി. നമ്മളിനി ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് ഒരു 1.5 മണിക്കൂറായപ്പോഴത്തേക്കും അവർ ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് വെജാണ്. ഇവരുടെ വെജും ചിക്കനും ഉണ്ട്. 2 ഡിഷുണ്ട്. പക്ഷേ ചിക്കൻ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വെജാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു മാംഗോ ജ്യൂസും. യെസ്, ഫൈനലി നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യെസ്, അങ്ങനെ നമ്മുടെ കൊച്ചി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ ലഗേജ് കിട്ടിയതിന് ശേഷം മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ആളുടെ നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പ്രോംപ്റ്റാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ക്ലിയറൻസോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൊച്ചി എയർപോർട്ടിൽ കൂടെ നടക്കുമ്പോൾ തോന്നുന്നത് നമ്മൾ വന്ന എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങുന്നൊരു എയർപോർട്ടാണ്. പക്ഷേ നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. AC ഓഫ് ചെയ്തേക്കുന്നതാണ് എന്താണെന്ന് മനസ്സിലാവണല്ലോ. കുറേ നാളുകൾക്ക് ശേഷം വന്നപ്പോൾ കൊച്ചിയിലെ എയർപോർട്ട് മാത്രമല്ല കേട്ടോ, എന്തോ ഒരു വ്യത്യാസം. എല്ലാവരും ഡ്രസ്സിങ്ങിലൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് നിൽക്കുന്ന കേട്ടോ. ഇപ്പോൾ നമുക്ക് US-ലാണെങ്കിൽ പോലും ഇത്രയും ആ ഒരു നീറ്റായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നില്ല. എനിക്ക് തോന്നുന്നതാണെന്നറിയില്ല. എന്തായാലും ഭയങ്കര ഒരു അടിപൊളി മനോഹരമായിട്ട് അലങ്കരിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണല്ലോ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ. യെസ്, അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ നമ്മുടെ എല്ലാ പരിപാടികളും വളരെ സ്മൂത്തായിട്ട് നടന്നു. നമ്മുടെ ബാഗേജുകളെല്ലാം എടുത്തു. നമുക്ക് 2 ബാഗേജ് 23 കിലോയുടെയാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ ബാഗേജ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 3 ലഗേജും പിന്നെ ഒരു ഹാൻഡ് ബാഗേജും പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗ് നമ്മൾ കൊണ്ടുവന്നു. ഈ ലാപ്ടോപ്പ് ബാഗ് കൊണ്ടുവരാൻ കാരണം നമ്മുടെ US-ൽ വെച്ച് അവിടുത്തെ ഒരു ഗ്രൂപ്പിൽ അവർ പറഞ്ഞു ഹാൻഡ് ബാഗിൻ്റെ കൂടെ ലാപ്ടോപ്പ് ബാഗ് വെച്ചാലും വേറെ ചാർജൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത് പോയി എടുത്തിട്ട് വരിക ചെയ്തത്. അതൊക്കെ ഭയങ്കര ഗുണമായി പോയി. കാരണം എനിക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടികളും ഇതൊക്കെ മെയിനായിട്ട് അതിൻ്റെ അകത്താണ്. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് വലിയൊരു ഗുണമായിരുന്നു. മറ്റേ വെയിറ്റ് കൂടുതലായിട്ട് നമ്മളിതൊക്കെ ഒഴിവാക്കിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇന്ത്യൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടൊക്കെ നമുക്ക് പോരുന്ന വഴിക്ക് കിട്ടി. അപ്പോൾ നമ്മളിനി വണ്ടി വിളിച്ചിട്ട് വണ്ടിയുടെ ആൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ആ ഡ്രൈവറെ വിളിച്ചിരുന്നു. എന്താ പറയുന്നത്, ഭയങ്കര ചൂടാട്ടോ. ഞാൻ രാവിലെ 3 മണിയാണ് ഇപ്പോൾ ഇവിടെ. പക്ഷേ ഈ ഹുഡി ഇട്ടേക്കുന്നുണ്ടോണെന്നറിയില്ല, ഭയങ്കര ചൂട്. എന്തായാലും ആൾ താമസിക്കുന്നത് നന്നായി. വെളിച്ചത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ലോസ് ആഞ്ചൽസിൽ നിന്ന് പോകുന്ന A380 ഭയങ്കര അടിപൊളിയായിരുന്നു. നേരെ മറിച്ച് നമ്മൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് സാധാ ഫ്ലൈറ്റ്, നമുക്കിപ്പോൾ അതിന് വേറെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ അങ്ങനത്തെ ഫ്ലൈറ്റിലാണ് നമ്മൾ ഈ പണ്ട് UK പോയതും അവിടുന്ന് US-ലേക്കൊക്കെ പോയത്. അപ്പോൾ അങ്ങനത്തെ ഫ്ലൈറ്റിൽ ഇപ്പോൾ ദുബായിൽ നമ്മൾ ഇവിടം വരെ വന്നപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഫ്ലൈറ്റിലാണ് അങ്ങോട്ട് US-ൽ നിന്ന് നമ്മൾ വന്നിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് പോവാണ്. കാരണം അത്തരത്തിലൊരു ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് US-ലേക്ക് പോയ അവസ്ഥ തന്നെ ആവുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ വരുന്നവർ ചെറിയൊരു വ്യത്യാസം നോക്കണ്ട, എക്കണോമിക് ക്ലാസ് എടുത്താൽ മതി. A380 തന്നെ എടുക്കുക. എമിറേറ്റ്സിൻ്റെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത്. അടിപൊളിയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസ 100% നമുക്ക് വർത്താണ്, ഒരു സംശയമില്ല. ഇനി നമ്മളെന്താണെങ്കിലും ആ ഒരു ഫ്ലൈറ്റ് തന്നെ എടുക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഈ അമേരിക്ക പോക്കും വരവൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിൽ നമുക്കിപ്പോൾ അമേരിക്കയിൽ കൂടുതൽ ദൂരം ഉണ്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അത്ര അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പം ഞാനിവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം വണ്ടി വരട്ടെ. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ ഫുള്ള് വെള്ളക്കാറുകൾ നോക്കി
ഇത് നമ്മൾ മുമ്പ് പല വീഡിയോയിലും സൂചിപ്പിക്കാൻ മറന്നുപോയതാണ്. ഇത് ഒരൊറ്റ ഒരു കാറ് മാത്രമേ ഉള്ളൂ അല്ലാത്ത കളറ്. ഇത് US വെള്ള കാറ് നമ്മൾ വളരെ കുറവായിരിക്കും. നമ്മളൊരു 100 എണ്ണം പോയാൽ അതിലൊരു 10-20 വെള്ള കാറേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം കളർഫുള്ളായിരിക്കും. ഇത് ഭയങ്കര ഒരു പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് തോന്നുന്ന വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ വണ്ടി എത്തിയിട്ടോ. ഇതാണ് അതിൻ്റെ ആൾക്കാർ. ജോജോ അനുവാണ് നമ്മൾ വിളിച്ച് ഫോണിൽ സംസാരിച്ചത്. അത് ശരി. പക്ഷേ ഞാൻ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചേ. അതെ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. കണ്ടിട്ട് കുഴപ്പമില്ല. അവർ കറക്റ്റ് സമയത്തിനൊക്കെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ബാഗ് എടുത്തൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. വണ്ടി കിട്ടി നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഡ് മാറിയപ്പോൾ ഭയങ്കര ഒരു വ്യത്യാസം കേട്ടോ. ഒരു വല്ലാത്തൊരു ചേഞ്ച്. വണ്ടി ഓടിക്കണമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ നിന്നും ദുബായ് വഴി കൊച്ചിയിലെത്തിയ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. വളരെ സന്തോഷമായി. നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും ക്ഷീണം തോന്നുന്നില്ല. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം തോന്നുന്നു എങ്ങനെയൊന്നും അറിയില്ല. ഇപ്പൊ നമുക്ക് നല്ലൊരു എനർജിയാണ്. എന്താണെങ്കിലും അത്യാവശ്യം നമ്മൾ ഉറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഫുഡും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും തോന്നുന്നില്ല. യാത്ര നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര എളുപ്പമാക്കിയ KK ഗ്ലോബലിനും അതുപോലെ തന്നെ നമ്മുടെ ആന്റണിക്കും നമ്മുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി നമുക്കിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാഴ്ചകൾ നാട്ടിൽ കാണാം കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വളരെ ലോങ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ